നല്ലൊരു ദിവസത്തിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. പുതിയൊരു ദിവസത്തിൻ്റെ തുടക്കം എല്ലാ രീതിയിലും നല്ലതാവട്ടെ. പുലർച്ചെ കേൾക്കുന്ന ഈ കിളികളുടെ ശബ്ദമൊക്കെ കേട്ട് നമ്മുടെ ഈ നാടൻ വീട്ടിൽ എൻ്റെ കൊച്ചു കൊച്ചു ജോലികളൊക്കെ ചെയ്യുന്നത് ഏറ്റവും പോസിറ്റീവ് എനർജി തരുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. എൻ്റെ ഈ കൊച്ചു വീട്ടിൽ പ്രകൃതിയോടും മണ്ണിനോടുമൊപ്പം ഞാൻ ജീവിക്കുന്ന നല്ല കുറച്ച് നിമിഷങ്ങൾ അത് നിങ്ങളുമായി പങ്കിടാം. ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ട് വളർത്തുന്ന എൻ്റെ കുറേ ചെടികൾ, പിന്നെ അടുക്കളത്തോട്ടം എന്ന നിലയിൽ കുറച്ച് പച്ചക്കറികൾ, പിന്നെ കുറച്ച് കോഴികളും ഉണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ പുതിയതായിട്ട് തുടങ്ങിയിരിക്കുന്നതാണ്, ഒരല്പം കുക്കിംഗ് കൂടെ ചേർത്തിട്ടുണ്ട് വീഡിയോയിൽ. അപ്പോൾ ഇത്തരത്തിൽപ്പെട്ട വീഡിയോ ഒക്കെ കാണാൻ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. എൻ്റെ ഈ ഗാർഡൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സാധാരണ ദിവസങ്ങളിൽ പോലും ഞാൻ അസാധാരണമായ സന്തോഷങ്ങൾ കണ്ടെത്തുന്ന ഒരിടമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കഴിഞ്ഞ വീഡിയോയിൽ എൻ്റെ ചെറിയ വരുമാനമാർഗമായിട്ട് ഞാൻ ഈ കോഴി വളർത്തലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതും എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ. കുറച്ച് വർഷങ്ങളായിട്ട് ഞാൻ ചെയ്തു പോരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ ഈ ഗ്രാമീണ ജീവിതം, പാചകവും ഗാർഡനിങ്ങും കോഴി വളർത്തൽ, അതെല്ലാം ഞാൻ തുല്യമായിട്ട് കൊണ്ടുപോകുന്നു. എല്ലാ ദിവസവും ഇതിൽ നിന്ന് തന്നെ നമുക്ക് സന്തോഷം കണ്ടെത്താനായിട്ട് സാധിക്കും. ഒരു ചെടിക്ക് വെള്ളം ഒഴിക്കുമ്പോൾ അല്ലെങ്കിൽ ആ ചെടി വളരുമ്പോൾ ജീവിതം നമ്മെ പഠിപ്പിക്കുന്ന ക്ഷമയും പ്രതീക്ഷയും ഒക്കെ എത്ര വളരെ വലുതാണെന്ന് നമുക്ക് മനസ്സിലാകുമല്ലേ. അപ്പോൾ ചെറിയ കാര്യങ്ങളിൽ പോലും വലിയ സന്തോഷം കണ്ടെത്താനായിട്ട് നമുക്ക് ശ്രമിക്കാം. ഓരോ ദിവസവും വെള്ളം ഒഴിക്കാനായിട്ട് ഇറങ്ങുമ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ്. എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. ഒന്നെങ്കിൽ ചെടിക്ക് മണ്ണിട്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ അവിടുത്തെ കളയൊക്കെ പറിച്ച് കളയുക, ഇല്ലെങ്കിൽ വളമിടുക. അങ്ങനെ ഓരോ കാര്യങ്ങളാണ് ഓരോ ദിവസവും മാറി മാറി ചെയ്യുക കേട്ടോ. ഇതൊന്നുമില്ലെങ്കിൽ എന്തെങ്കിലും ഒരു പുതിയ ചെടി നടാനായിട്ട് കാണും, അതങ്ങ് നട്ടു വയ്ക്കും. അപ്പോൾ നമ്മുടെ പച്ചമുളക് ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് മണ്ണൊക്കെ ഇട്ട് കൊടുത്തിട്ട് വാഴക്കച്ചി കൊണ്ടൊരു പൊത ഇവിടെ ഇട്ട് കൊടുക്കുവാണേ. അപ്പോൾ ജോലിക്കൊന്നും പോകാനായിട്ട് സാധിക്കാതെ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്ക് വേണ്ടിയാണ് ഞാൻ കൂടുതൽ സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റിയ, അതായത് നമ്മുടെ സ്ഥലത്തിൻ്റെ പരിമിതി അനുസരിച്ച് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ്. ഇങ്ങനെ കുറച്ച് പൂച്ചെടികൾ വച്ച് പിടിപ്പിക്കുക. അത് ഏറ്റവും പോസിറ്റീവ് എനർജി നൽകുന്ന കാര്യമാണ്, പൂച്ചെടികൾ നമ്മുടെ മുറ്റത്ത് നിൽക്കുന്നത്. പിന്നെ നമുക്ക് ഒരു അടുക്കളത്തോട്ടം, അത്യാവശ്യം നമുക്ക് വേണ്ട പച്ചക്കറികൾ, ഒരു പച്ചമുളകായാൽ പോലും നമ്മൾ അത് നട്ട് നനച്ച് വളർത്തുക എന്നുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണല്ലേ. പിന്നെ കോഴി വളർത്താനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ വീട്ടാവശ്യത്തിനെങ്കിലുമായിട്ട് നമുക്ക് കുറച്ച് കോഴികളെ വളർത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, എനിക്ക് ഒരു 14 കോഴിയുണ്ട്. 10 BV380, പിന്നെ 4 നാടൻ കോഴിയാണുള്ളത്. അപ്പോൾ കുറച്ച് മുട്ടയൊക്കെ പുറത്തേക്കും കൊടുക്കാറുണ്ട്. അങ്ങനെ എൻ്റെ ചെറിയ ചെറിയ ആവശ്യങ്ങൾ എനിക്കതിൽ നിന്ന് നടന്നു പോവാറുണ്ട്. എനിക്കറിയാം, ഒരു കാര്യവും ചെയ്യാനില്ലാതെ വെറുതെ വീട്ടിലിരുന്ന് മുഷിയുന്ന ഒരുപാട് വീട്ടമ്മമാരുണ്ട്. അപ്പോൾ അവർക്ക് ആർക്കെങ്കിലുമൊക്കെ ഇതൊന്ന് പ്രയോജനപ്പെടുവാണെങ്കിൽ ആവട്ടെ എന്ന് കരുതിയാണ് ഞാൻ ഈ തരത്തിൽ കാര്യങ്ങൾ സംസാരിക്കുന്നത് കേട്ടോ. അപ്പം നമ്മുടെ ഈ BV380 കോഴികൾക്ക് തീറ്റ മേടിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ നല്ല ചിലവുള്ള കാര്യമാണ്. അപ്പം ഞാനതിന് പച്ചപ്പുല്ലൊക്കെ ഇടയ്ക്ക് കൊടുക്കാറുണ്ട് കേട്ടോ. ആ BV380 കോഴിക്ക്, ഒരു കോഴിക്ക് മുട്ടയിടുന്ന കോഴിക്ക് 100 ഗ്രാം തീറ്റയാണ് ഒരു ദിവസം വേണ്ടത്.
അപ്പോൾ ഞാൻ പച്ചപ്പുല്ല് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ആ കൊടുക്കുന്ന തീറ്റയുടെ അളവ് കുറച്ചിട്ടാണ് കൊടുക്കുക. നന്നായിട്ട് മുട്ടയിടാറുമുണ്ട്. ഇതിപ്പോൾ തണ്ണിമത്തൻ നമുക്ക് കഴിക്കാനായിട്ട് വാങ്ങിച്ചിട്ട് വന്നതാണ് കേട്ടോ. ഇത് കോഴിക്ക് കൊടുക്കുന്നത് ഒരുപാട് നല്ലതാണ്. അതായത് തീറ്റയ്ക്കും ഗുണം ചെയ്യും. പിന്നെ നല്ല ജലാംശമുണ്ട് കോഴിക്ക്. വേനൽക്കാലത്തൊക്കെ ഇത് കൊടുക്കുന്നത് ഒത്തിരി നല്ലതാണ്. അപ്പോൾ ഞാൻ തലേ ദിവസമാണെങ്കിൽ പോലും എടുത്ത് വെച്ചേക്കണ തൊണ്ടെടുത്ത് മാറ്റി വെച്ചിട്ട് മിക്കവാറും ദിവസങ്ങളിൽ ഞാൻ രാവിലെയും വൈകിട്ടും കോഴിത്തീറ്റ കൊടുക്കും. പിന്നെ ഉച്ചയ്ക്കാണ് പച്ചപ്പുല്ലൊക്കെ കൊടുക്കണം. അപ്പോൾ ആ ഉച്ച സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ കൊടുക്കുകയാണ് ചെയ്യാറ്. ചിലപ്പോൾ നമുക്ക് വലിയ സന്തോഷങ്ങളൊന്നും വേണ്ടതേ. ഇങ്ങനെ സ്വന്തം വീട്ടിൽ ശാന്തമായിട്ട് ജോലി ചെയ്യുന്നത് തന്നെ നമുക്ക് മനസ്സിന് സമാധാനം നൽകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ വെറുതെ ഇരുന്ന് മുഷിയുന്ന സമയത്ത് നമുക്ക് എന്തെല്ലാം നല്ല കാര്യങ്ങൾ നമ്മുടെ വീട്ടിന് വേണ്ടിയും നമുക്ക് വേണ്ടിയും ചെയ്യാൻ കഴിയുമെന്ന് കണ്ടുപിടിച്ച് അതങ്ങ് ചെയ്യുക എന്നത് എല്ലാവരുടെയും ജീവിതത്തിൽ നല്ലൊരു പോസിറ്റീവ് എനർജി കൊണ്ടുവരും. അങ്ങനെ തന്നെ എല്ലാവർക്കും ചെയ്യാനായിട്ട് സാധിക്കട്ടെ. ശരിക്കും ഞാൻ ഗാർഡനിങ്, കുക്കിംഗ്, പിന്നെ കോഴി വളർത്തൽ ഇതാണ് കണ്ടൻറ്റ് വീഡിയോയുടെ. പക്ഷേ ഇത് പറഞ്ഞു വന്നപ്പോൾ ഒരു മോട്ടിവേഷൻ വീഡിയോ ആയിപ്പോയോ എന്ന് എനിക്കറിയില്ല. എങ്കിലും എന്നെപ്പോലെ സാധാരണ ജീവിതം നയിക്കുന്ന വീട്ടമ്മമാർക്ക് ആർക്കെങ്കിലുമൊക്കെ ഇത് പ്രയോജനമാകുമെങ്കിൽ വളരെ നല്ലതല്ലേ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തുടർന്ന് കാണുന്നവർക്ക് ഇത് പ്രയോജനപ്പെടുമെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. അപ്പം ജോലി പോയ സമയത്ത് ഗാർഡനിങ്ങും കോഴി വളർത്തലും തുടങ്ങിയതിനോടൊപ്പം തന്നെ ഞാൻ ഈ അടുത്തിടെ 1 വർഷമായി കേട്ടോ തുടങ്ങിയ ഒരു കാര്യമാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ അധികമായിട്ട് വളരാത്തതിൻ്റെ ഒരു കാര്യം തന്നെ നമ്മുടെ വീഡിയോ കാണാനായിട്ട് എടുക്കുന്നവർ തമ്പനയിൽ കണ്ടു കയറും. അതൊന്ന് ലാസ്റ്റ് വരെ കേൾക്കാനുള്ള ക്ഷമ കാണിക്കില്ല, സ്കിപ്പ് ചെയ്തു പോകും. അങ്ങനെ സ്കിപ്പ് ചെയ്തു പോയാൽ എന്താ ഉണ്ടാവുക എന്നറിയാമോ? എത്ര നേരം മെനക്കെട്ടിട്ടാണ് നമ്മളൊരു വീഡിയോ ഉണ്ടാക്കണേ. അത് യൂട്യൂബ് റെക്കമെൻഡേഷന് വിടില്ല. അത് അധികം ആൾക്കാരിലേക്ക് എത്താതെയും പോകും. ശരിക്കും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വീഡിയോയുടെ ആദ്യ ഭാഗം തന്നെ ഇടേണ്ടതായിരുന്നു. ഇതിപ്പോൾ വീഡിയോ തീരാറായി, എല്ലാവരും ഒന്നും കാണത്തില്ല. എങ്കിലും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് സംഭവിക്കുന്നത് എന്ന് കാണുന്ന ആർക്കെങ്കിലുമൊക്കെ ബോധ്യപ്പെടട്ടെ എന്ന് കരുതിയാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ കുക്കിങ്ങും ഗാർഡനിങ്ങും കോഴി വളർത്തലും എല്ലാം കൂടെ ചേർത്ത് എൻ്റെ നാടൻ രീതിയിലുള്ള ജീവിതവും കൂടെ ചേർത്തിട്ടിരിക്കുന്ന ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനിയും വീഡിയോ തുടർന്ന് കാണാനായിട്ട് ശ്രമിക്കണേ. അപ്പോൾ വീഡിയോ ഇതുവരെ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി.